മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക തരത്തിലുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഈ സ്കോളർഷിപ്പ് മുഴുവനും കിട്ടേണ്ടത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് ഏത് പ്രത്യേക തരത്തിലുള്ള സ്കോളർഷിപ്പ്? കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി ഉള്ള സ്കോളർഷിപ്പുകളുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകമുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതല്ലാതെ മലപ്പുറത്തേക്ക് മാത്രമായി ഒരു സ്കോളർഷിപ്പും ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞു 20 പ്രൊഫഷണൽ കോളേജുകൾ, അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിലാണ്. താങ്കൾ തന്നെ പറയുന്നു അവിടുത്തെ ജനസംഖ്യയുടെ കോമ്പിനേഷൻ. ഇവിടെ ഇന്നിപ്പോ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു തവണയെങ്കിലും ഒരു കോളേജിന് അംഗീകാരം തേടി അവിടെ SNDP യോഗമോ അതല്ലെങ്കിൽ SN ട്രസ്റ്റോ എവിടെയെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അപേക്ഷിക്കാതെ അല്ലെങ്കിൽ ഒരു കോളേജിന് വേണ്ടി ശ്രമിക്കാതെ അവിടെ ഒരു കോളേജ് ഇല്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് കഥയുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ? ശരി, ഞാൻ അങ്ങ് പറഞ്ഞ അങ്ങയുടെ വാദമൊക്കെ അവതരിപ്പിക്കാനുള്ള എല്ലാ അവകാശവും അങ്ങേക്കുണ്ട്. പക്ഷേ വസ്തുതകളാവണ്ടേ? കടുത്ത വസ്തുതാ വിരുദ്ധത വരുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചത് പോലുമല്ല. ഒരു സെക്കൻഡ് അല്ല നിങ്ങൾ ഇടപെടുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇതിലേതാണ് യാഥാർത്ഥ്യം? മാതൃഭൂമിക്കോ അല്ലെങ്കിൽ ഇതിലിരിക്കുന്ന പല ആളുകൾക്കോ കഴിയില്ല. ഞാൻ പറഞ്ഞോട്ടെ, SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രാവശ്യം വരുന്ന ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഞങ്ങൾ കോളേജുകൾ തരണം. അത് വെള്ളാപ്പള്ളി നടേശനാണല്ലോ തരേണ്ടത്. നിങ്ങൾ ഒരു മിനിറ്റ് എന്നെ ഒന്ന് പറയാം. മലപ്പുറത്ത് എയ്ഡഡ് കോളേജ് ചോദിച്ചതിന്റെ SN ട്രസ്റ്റ് മലപ്പുറത്ത് എവിടെയാണ് കോളേജ് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കോളേജ് ആവശ്യപ്പെട്ടിട്ട് കിട്ടാതിരുന്നത്? ഏത് സർക്കാരിന് മുമ്പിലാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം ആവശ്യപ്പെട്ടത്? അതെന്തുകൊണ്ട് കിട്ടിയില്ല? അതൊന്ന് വിശദീകരിച്ചാൽ മതി. അങ്ങ് വസ്തുത പറയുമ്പോൾ കൊള്ളുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വസ്തുതയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഈ വസ്തുത ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള ചർച്ചയാണിത്. വെള്ളാപ്പള്ളി നടേശനാണല്ലോ പറഞ്ഞത്. SN ട്രസ്റ്റ് പല പ്രാവശ്യം ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ചോദിച്ചു, ഒരു മൈക്കുമായിട്ട് നിങ്ങൾ പോ മാതൃഭൂമി, എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുക. വെള്ളാപ്പള്ളി നടേശനോട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യത്തിൽ ഒരു ഓതന്റിസിറ്റി വേണ്ടേ ശ്രീ ഗോപാലകൃഷ്ണൻ? എവിടെയാണ് SN ട്രസ്റ്റ് കോളേജുകൾ ചോദിച്ചിട്ട് കൊടുത്തില്ല, ഒരു വിഭാഗത്തിന് മാത്രമായി കൊടുത്തു എന്നുള്ളതാണ് താങ്കളുടെ ആരോപണം. എവിടെ? മലപ്പുറത്തെ എവിടെയാണ്? ഏത് കോളേജാണ് ആലോചിച്ചത്? എവിടെയാണ് കോളേജിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തത്? ആ പ്രപ്പോസലിൽ എന്തായിരുന്നു മറുപടി? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? താങ്കൾ ഒരു വാദം പറയുമ്പോൾ താങ്കൾ തന്നെ സാധൂകരിക്കണ്ടേ? എന്തിനാ? അല്ല, നിങ്ങളെ ഞാൻ പറഞ്ഞ വാദം എന്താ? SNDPയുടെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ കുറിച്ചാണ് ചർച്ച. അദ്ദേഹം ആ പ്രസ്താവന പറയാൻ കാരണം അദ്ദേഹം കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നോക്ക വിഭാഗക്കാർക്ക് മലപ്പുറം ജില്ലയിൽ ഒന്നും കിട്ടുന്നില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ പല പ്രാവശ്യം രേഖകൾ വെച്ചു, പക്ഷെ കിട്ടുന്നില്ല. നിങ്ങൾക്കതിൽ തർക്കമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മൈക്കുമാൻ അദ്ദേഹത്തിനടുത്ത് പോ. നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഇനി വേണ്ട, കേരളത്തിലെ മുഖ്യമന്ത്രിയില്ലേ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവില്ലേ, ചോദിക്കാൻ പറ വെള്ളാപ്പള്ളി നടേശനോട്, നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, ചോദിക്കാൻ പറ. ധൈര്യം ഉണ്ടെങ്കിൽ എന്തേ ഇവരാരും അക്ഷരം മിണ്ടാത്തത്? ഞാൻ ചോദിക്കുകയാണ്, എന്തേ പ്രതിപക്ഷ നേതാവ് മിണ്ടാത്തത്? എന്തേ പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം പോലും വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ സംസാരിക്കാതെ? അവർക്കിതറിയാം, ഈ കാര്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് മാതൃഭൂമി മൈക്കുമായിട്ട് വെള്ളാപ്പള്ളി നടേശനെടുത്ത് പോവുക. ഞാൻ